തിരുവനന്തപുരത്ത് മോഷണ കേസിൽ കസ്റ്റഡിയിലെടുത്ത പ്രതികൾക്ക് നേരെ മൂന്നാം മുറ പ്രയോഗിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ 4 ഉദ്യോഗസ്ഥരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഗ്രേഡ് SI, ASI, 2 CPOമാർ എന്നിവർക്കെതിരെയാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ നടപടി. മർദ്ദനമേറ്റ പ്രതി ജിനുവിന്റെ വൃക്കകൾക്കും പേശികൾക്കും ക്ഷതമുണ്ട്. അതിനിടെ ഫോർട്ട് പോലീസ് ചുറ്റിക കൊണ്ട് മർദ്ദിച്ചുവെന്ന ആരോപണവുമായി കൊച്ചിയിലെ വർക്ക്ഷോപ്പ് ഉടമയും രംഗത്തെത്തി. തിരുവനന്തപുരത്തെ ഒരു ബാറിന് മുന്നിൽ വെച്ച് ബൈക്ക് മോഷ്ടിച്ച കേസിലാണ് ജിനുവിനെ കൊച്ചിയിൽ നിന്നും ഉണ്ണിയെ തിരുവനന്തപുരത്ത് നിന്നും ഫോർട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. തുടർന്ന് റിമാൻഡ് ചെയ്ത് പൂജപ്പുര ജില്ലാ ജയിലിലാക്കി. ജയിലിൽ പ്രവേശിച്ചുടൻ ആരോഗ്യസ്ഥിതി മോശമായ ഇരുവരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ജിനുവിന്റെ വൃക്കകൾക്കും പേശികൾക്കും കാര്യമായ ക്ഷതമേറ്റുന്ന കാര്യം വ്യക്തമായത്. തുടർന്ന് ഫോർട്ട് ACP നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന മൂന്നാം മുറ വെളിപ്പെട്ടത്. കൊച്ചിയിൽ വെച്ച് പോലീസ് പിടികൂടിയ ജിനുവിനെ കസ്റ്റഡിയിലെടുക്കാൻ ചെന്ന ഫോർട്ട് സ്റ്റേഷനിലെ 3 പോലീസുകാർ അവിടെ വെച്ച് ചുറ്റിക ഉപയോഗിച്ചും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്ന വഴി വാഹനത്തിൽ വെച്ചും മർദ്ദിച്ചതായാണ് കണ്ടെത്തൽ. ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ശേഷം ഗ്രേഡ് SI ശ്രീകുമാറും ജിനുവിനെയും ഉണ്ണിയെയും അതിക്രൂരമായി മർദ്ദിച്ചു. ഇത് CCTV ദൃശ്യങ്ങളിൽ കണ്ടെത്തി. ഇതേ തുടർന്നാണ് ശ്രീകുമാറിനെ കൂടാതെ സുനിൽ, സിജുമോൻ, ഗിരീഷ് എന്നിവരെയും സസ്പെൻഡ് ചെയ്തുകൊണ്ട് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഉത്തരവിറക്കിയത്. അതേസമയം ജിനുവിനെ കസ്റ്റഡിയിലെടുക്കാൻ ചെന്ന പ്രതികൾ തന്നെയും മർദ്ദിച്ചതായി കൊച്ചിയിലെ വർക്ക്ഷോപ്പ് ഉടമ റിപ്പോർട്ടറിനോട് വെളിപ്പെടുത്തി. ആ പയ്യനെ നല്ല അടി അടിച്ചു. ചുറ്റിയൊക്കെ അടിക്കണം, അല്ല വേറെ ഒന്നാണെങ്കിൽ രസമുണ്ട്. കൈക്കടിക്കണേ രസമുള്ളൂ, ചുറ്റിയൊക്കെ അടിക്കണത്. പിന്നെ ഷോക്ക് അടിപ്പിച്ച എന്നെ ചെയ്ത കാര്യങ്ങൾ ഞാൻ പറയണത്. പ്രതിനെ ചെയ്തിട്ട് അത് പ്രതിയാന്ന് വിചാരിക്കാം. നമ്മൾ ചെയ്യണ എന്തിനാണ്? 4 ഉദ്യോഗസ്ഥർക്കെതിരെയും വകുപ്പ് തല അന്വേഷണത്തിന് ഉത്തരവായിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ജിനുവിന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.